ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ചാനൽ കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിക്കർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് ആപ്പ് ഉണ്ട്. സ്റ്റിക്കർ മേക്കർ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ജനുവരി 2025 26 ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. അതിനനുബന്ധിച്ച് നമുക്ക് കുറേ സ്റ്റിക്കർ ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ വാട്സപ്പിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത നമ്മളതായിട്ടുള്ളൊരു സ്റ്റിക്കർ വേണമെങ്കിൽ അതിന് നമുക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യണം. അതിന് ശേഷം നമ്മൾ സ്റ്റിക്കർ മേക്കർ എന്ന് അടിച്ചാൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ മേക്കർ ഓപ്പൺ ചെയ്യണം. ഞാനിവിടെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നമുക്കിവിടെ പേര് കൊടുക്കാവുന്നതാണ്. ഞാൻ മൈ സ്റ്റിക്കർ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. വേറെ നമുക്കൊന്നും കൊടുക്കാനില്ല. പിന്നെ ആഡ് ഇവിടെ ഒരു പ്ലസ് കാണുന്നില്ല, അത് വെക്കണം. നമുക്കിത് കുറേ ഫോട്ടോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടമുള്ള ഈ ഒരു ഫോട്ടോ നമ്മൾ എടുക്കുകയാണ്. അതിപ്പോൾ നമുക്കിത് വേണ്ട, ഈ ഒരു സ്റ്റിക്കർ വേണ്ടാന്ന് വിചാരിക്കുക. അപ്പം നമുക്കിത് വട്ടത്തിൽ ക്രോപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു മൃഗം മാത്രമായിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാണ്ട് നമുക്ക് ഈ മുഖം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റ് എടുക്കാവുന്നതാണ്. എന്നിട്ട് അങ്ങനെ സ്ക്വയറിലും ഇതിലും ആക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ആഡ് ടെക്സ്റ്റ് എന്ന് കാണിക്കും. അതിനകത്ത് നമുക്ക് കൊടുക്കാനുള്ളത് ഇപ്പോൾ സാമ്പിൾ കാണിച്ചു. നിങ്ങളിവിടെ സാമ്പിൾ എന്നുണ്ടോ? എന്നിട്ട് ഞാൻ ഈ ഒരു സാമ്പിളാണ് ഇപ്പോൾ എന്താ പറയുക, കേസീവ് സാമ്പിളാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. അപ്പം നമുക്ക് ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്ന് നമുക്ക് കൊടുക്കാം. ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്ന് കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഈ ഒരു കളർ ഞാനിപ്പോൾ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. ഇതാണ് എനിക്ക് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മേലെ കാണുന്ന ഡേൺ എന്ന് വെക്കാം. നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഡെക്കറേറ്റ് എന്നുണ്ട്. നിങ്ങൾ ഡെക്കറേറ്റ് നോക്കിയാൽ നമുക്കിവിടെ ട്രെൻഡിങ് എന്ന് കാണാം. ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. നമ്മളെ മുടി, താടി, മീശ, ഷർട്ട്, തൊപ്പി അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. പിന്നെ ജനറൽ എന്ന് കണ്ടാൽ നമുക്ക് ഇതുപോലത്തെയാണ് ഉണ്ടാവാം. ഇതുപോലത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനത്തെ സിഗരറ്റും അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടാവാം. പിന്നെ ബബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ആണ് ഉണ്ടാവാം. പിന്നെ ലവ് എന്ന് പറഞ്ഞാൽ ലവിൻ്റെ കുറേ ചിഹ്നങ്ങൾ ഉണ്ടാവും. പിന്നെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കരയുന്നയും അങ്ങനത്തെ ഒക്കെ. ഫീലിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേൻ്റെ കുറച്ച് ഇതാണ്. പിന്നെ ഏജ് കാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ, ഹാപ്പി റിപ്പബ്ലിക് ഡേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഞാനിപ്പോൾ ഈ ഒരു ഇതെടുത്തു. അത് നമുക്ക് ഇത് ചെറുതാക്കിയിട്ടും ഇത്ര വലുതാക്കിയിട്ടും ഇത്ര ചെറുതാക്കിയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എത്ര വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാൻ കഴിയുന്നതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇതും ചെറുതായി പോകരുത്, അത് എനിക്ക് പറയുള്ളൂ. അങ്ങനെ പിന്നെ നമുക്കുള്ളത് ഇറേസർ ആണ്. ഇറേസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എത്ര സൈസ് ഇറേസ് ചെയ്യണം, വലിയ സൈസ് ചെയ്യണോ ചെറിയ സൈസ് ചെയ്യണോ. നമ്മളിത് ഇവിടെ ഒരു ഇറേസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഇതാ ഇറേസ് ചെയ്തു. നമുക്കിത് ഇതിങ്ങനെ ഇറേസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഇവിടെ ഉണ്ടോന്ന് കാണും. അത് ഉണ്ടോ റീഡോ അങ്ങനെ എന്തെങ്കിലും കാണും. നമ്മൾ പിന്നെ ഇറേസ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. നിങ്ങൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഇത് സേവ് ചെയ്യാം. പിന്നെ ബ്രഷ് എന്ന് കാണും. ബ്രഷ് നമുക്ക് അധികമില്ല, അത് കൊളാക്കണ്ട. പിന്നെ മൂവ് ഇമേജ് എന്നാണ്. ഇത് ഇങ്ങനെ മൂവ് ചെയ്യാൻ കഴിയും. ഉണ്ടോ അങ്ങനെ കൊടുക്കുന്നതാണത്. അപ്പോൾ ഇതിപ്പോൾ മൂവ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതാക്കി ഇപ്പോൾ മൂവ് ചെയ്യാൻ കഴിയും. ഇനി നമ്മളവിടെ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൽ മൂവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇനി നമുക്കിത് സേവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എയർപ്ലെയിനാണ്. അപ്പോൾ സേവ് സ്റ്റിക്കർ നമുക്കെല്ലാം ഓക്കെ ആണെന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പോക്കറ്റ് ഒന്നും കൂടി എല്ലാം നോക്കണം. ഒന്നുകൂടി നമുക്കെല്ലാം ചെയ്ത് നോക്കണം. നമ്മൾ സേവ് എന്ന് കൊടുക്കണം. സേവ് എന്ന് കൊടുത്താൽ എയർപ്ലെയിൻ എന്നാണ്. സോ പേപ്പറിനാണ്. അപ്പം നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ആയി കിട്ടുമ്പോൾ സേവ് സ്റ്റിക്കർ എന്ന് കൊടുക്കുക. പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്, ഒരു അഭിപ്രായം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അയ്യോ